മഴ തോരും മുൻപേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റാണി വീട്ടുകാരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ആൽബം എടുത്ത് അലീനയെയും രോഹിത്തിനെയും കാണിച്ചതോടെ രണ്ടുപേരും അതിശയത്തിലാവുകയായിരുന്നു. ആ ഞെട്ടൽ മാറാതെ രോഹിത്തും അലീനയും പരസ്പരം നോക്കി നിൽക്കുകയായിരുന്നു. ഇത് ഗ്രേസമ്മാൻ്റെയും മാമച്ചൻ അങ്കിളിൻ്റെയും മകൻ ജിജോ ചേട്ടനല്ലേ എന്ന് രോഹിത്ത് ചോദിക്കുന്നുമുണ്ട്. ഇത് കേട്ടതും റാണിമോള് അവരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നൊക്കെ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇതേ സമയത്ത് രേവതിക്കുട്ടിയുമായിട്ടുള്ള കണക്ഷനും രേവതിക്കുട്ടിയിലൂടെ ഇപ്പോൾ മാമച്ചൻ അങ്കിളും ഗ്രേസമ്മാൻ്റെയും ഞങ്ങളുടെ ഒരു ഫാമിലി തന്നെയാണെന്നൊക്കെ രോഹിത്തും അലീനയും പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഇതേ സമയം സങ്കടം സഹിക്കാൻ കഴിയാതെ അവൾ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു അലീനയെ. അലീനയ്ക്ക് തൻ്റെ റാണി ആൻറ്റിയെ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയേറെ വിഷമത്തിലായി നിൽക്കുകയായിരുന്നു 3 പേരും. ഇതേ സമയം തൻ്റെയും ജിജോയുടെയും പ്രണയത്തെക്കുറിച്ചും വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട് വീട്ടുകാരെ കൊണ്ട് തൻ്റെ വിവാഹത്തെ സമ്മതിപ്പിക്കാനുണ്ടായിരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ റാണിമോള് അലീനയോടും രോഹിത്തിനോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് അലീനയും രോഹിത്തും പറയുന്നുണ്ട്, ഇതെല്ലാം ഞങ്ങൾക്കറിയാം. പക്ഷേ അറിയാത്തതായിട്ടുള്ള കാര്യം ഇപ്പോൾ ആ കുഞ്ഞെവിടെയാണെന്ന് മാത്രമാണ്. ചേച്ചി പ്രഗ്നൻ്റ് ആയതോടെ 2 വർഷം കഴിഞ്ഞ് നടത്താമെന്ന് വിചാരിച്ചു വെച്ചിരുന്ന വിവാഹത്തിന് നിങ്ങൾ നിർബന്ധം പിടിക്കുകയുണ്ടായ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞത് ആ വീട്ടിൽ രേവതിക്കുട്ടി വന്നതിന് ശേഷം മാത്രമാണ്. ഒരുപക്ഷെ രേവതിക്കുട്ടി അവിടെ വന്നില്ല, ജിജോ ചേട്ടൻ്റെ ഫോൺ അവർ പരിശോധിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതൊന്നും അറിയാതെയായി പോയേനെ എന്നും അലീന പറയുന്നുണ്ട്. പക്ഷേ അലീന ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു ടോണി ചേട്ടനെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനൊരു വിവാഹം നടത്തിയതെന്നൊക്കെ. ഒരുപക്ഷെ എൻ്റെ അച്ഛനിപ്പോൾ അനുഭവിക്കുന്ന അതേ മനോവിഷമം തന്നെയായിരിക്കില്ലേ ടോണി ചേട്ടനും അനുഭവിച്ചിട്ടുണ്ടാവുക. അച്ഛനെ സംബന്ധിച്ച് ഒഴിഞ്ഞിട്ടോ കളഞ്ഞിട്ടോ പോകാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ആയപ്പോഴാണ് അച്ഛനിതെല്ലാം അറിഞ്ഞത്. പക്ഷേ ടോണി ചേട്ടൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ മനോഹരമായ ആ നിമിഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ടോണി ചേട്ടൻ ഇതെല്ലാം അറിയുകയുണ്ടായി. റാണി അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, ഞാനിതൊന്നും വേണ്ടെന്ന് പറഞ്ഞതാണ്, ആരും സമ്മതിക്കാൻ. എല്ലാവരും എൻ്റെ ഒരു താല്പര്യത്തിനും അല്ലെങ്കിൽ എൻ്റെ ഒരു വാക്കിനും അവരാരും വില കൽപ്പിച്ചില്ല അലീന എന്നൊക്കെ പറയുമ്പോൾ ഇതേ സമയത്താണ് അവർ നിന്നിരുന്ന മുറിയുടെ വാതിലിൽ ആരോ വന്ന് തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ഉടനെ തന്നെ ഡോറ് തുറക്കാനായിട്ട് പോകുന്ന രോഹിത്തിനെ കൈകളിൽ കയറി പിടിച്ചിട്ട് അരുത് എന്ന് പറയുകയായിരുന്നു ഷെറിൻ. കാരണം ഷെറിൻ്റെ കയ്യിലുള്ള ആൽബം മറ്റാരെങ്കിലും, ആൻസി അല്ലാത്ത മറ്റാരെങ്കിലും കണ്ടാൽ അതുടനെ തന്നെ നശിപ്പിക്കുമെന്ന് ഷെറിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷെറിൻ അലീനയോടും രോഹിത്തിനോടും പറയുന്നുണ്ട്, ഞാനിത് മാറ്റി വയ്ക്കട്ടെ, എന്നിട്ട് ഡോറ് തുറന്നാൽ മതിയെന്ന്. അവരോക്കെ എന്ന രീതിയിൽ തന്നെ ഷെറിനെ നോക്കി നിൽക്കുകയാണ്. ഷെറിൻ അത് ഒളിപ്പിച്ച് വെക്കുന്നത് കണ്ടിട്ട് അവർക്ക് ആകെ അതിശയം തോന്നുകയായിരുന്നു. അവിടെ ഇരുന്നിരുന്ന ഒരു അലമാരിയുടെ അടിയിലേക്ക് ആ ആൽബം തള്ളിയിട്ടിട്ടായിരുന്നു അവിടെ ഒളിപ്പിച്ചത് വെച്ചിരുന്നത്. അതവിടെ വെച്ചതിന് ശേഷം ഷെറിൻ വന്ന് അവരോടായി പറയുന്നുണ്ട്, ഇനി പോയി ഡോറ് തുറന്നോളാൻ. പെട്ടെന്ന് തന്നെ ഷെറിൻ കണ്ണുകളൊക്കെ തുടച്ച് ഉഷാറായിട്ട് ചെന്ന് കട്ടിലിൽ ഇരിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ ചാച്ചനായിരുന്നു ഡോറിൽ വന്ന് തട്ടിയത്. ചാച്ചൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? കുറേ സമയമായല്ലോ ഡോർ അടച്ചിട്ടിട്ടിരുന്നൊരു സംസാരം, എന്താ ഇത്ര സംസാരിക്കാൻ, അതും ആരും കേൾക്കാതെ എന്നൊക്കെ. അപ്പോൾ അലീന പറയുന്നുണ്ട്, കുട്ടികൾ ആരെങ്കിലും കയറി വരണ്ട എന്ന് വിചാരിച്ചിട്ട് അടച്ചതാണ് ചാച്ച, അല്ലാതെ ഇവിടെ ആരും സ്വകാര്യമൊന്നും പറഞ്ഞതല്ലെന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്നും ഇറങ്ങി കിച്ചണിലേക്ക് പോവുകയാണ്. അലീനയ്ക്ക് കൂടുതൽ സമയം നുണ പറഞ്ഞവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ചാച്ചൻ വന്ന് റാണിമോളെ നോക്കുമ്പോൾ റാണിമോള് ഉഷാറ് ഇല്ലാതെയും എന്നാൽ കരഞ്ഞൊരു ഭാവം പുറത്ത് കാണിക്കാതെയുമാണ് ഇരിക്കുന്നത്. എങ്കിലും ചാച്ചൻ അവളോടായി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? മുഖത്താകെ ഒരു വിഷാദം പോലെയെന്ന്. പെട്ടെന്ന് സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യാനെന്ന രീതിയിൽ രോഹിത്ത് പറയുന്നുണ്ട്, അത് ഞങ്ങളെ കണ്ടപ്പോൾ അലീന ചേച്ചിയുടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ റാണി എനിക്ക് വല്ലാതെ വിഷമമായെന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ രോഹിത് പറയുന്നുണ്ട്, ചാച്ച അങ്കിൾ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നതേ ഇവിടുത്തെ ചാച്ചൻ്റെ തോട്ടങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് ഈ അങ്കിൾ എവിടെ പോയിന്ന്?
അപ്പോൾ ചാച്ചൻ ചോദിക്കുന്നുണ്ട്, നീ അങ്കിളിനെ നോക്കുകയാണോ അതോ ഈ പെണ്ണുങ്ങളുടെ ഒപ്പം മുറിയിൽ കയറി കഥ കടച്ചിങ്ങനെ ഇരിക്കുകയാണോ? പിന്നെ എങ്ങനെയാണ് നിനക്ക് തോട്ടമൊക്കെ കാണാൻ പോകാൻ പറ്റുന്നതെന്ന്. ചാച്ചൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന വണ്ണം രോഹിത്ത് ഞാൻ പോയി അങ്കിളിനെ നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. കിച്ചണിൽ ചെന്ന് നിന്നിട്ടും അലീനയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് രേവതിക്കുട്ടി ഇതൊക്കെ ഒന്ന് വിളിച്ച് പറയുക? രേവതിക്കുട്ടിയോട് ഇനി ഈ കാര്യത്തിൽ ഒരിക്കലും ടെൻഷൻ അടിക്കണ്ടെന്നും നിങ്ങൾ അന്വേഷിക്കുന്ന ഷെറിൻ തന്നെയാണ് എൻ്റെ റാണി ആൻറ്റി എന്നൊക്കെ എങ്ങനെയാണ് രേവതിക്കുട്ടിയോടൊന്ന് പറയാമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അതുകൂടാതെ തൻ്റെ പപ്പയോടും പറയണം തൻ്റെ അനിയത്തിയുള്ളത് ഷെറിൻ ചേച്ചിയുടെ പഴയ വിവാഹം കഴിക്കാൻ തയ്യാറായി നിന്നിരുന്ന ജിജോ ചേട്ടൻ്റെ വീട്ടിലാണെന്നൊക്കെ. പപ്പയോടത് പറയുന്നത് കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം പപ്പയ്ക്ക് അവരോട് ആരോടും തന്നെ ഒരു ശത്രുതയില്ല. പപ്പ പറഞ്ഞത് പപ്പയുടെ വീട്ടുകാർ അനുസരിക്കാത്തതിൻ്റേതായിട്ടുള്ള ദേഷ്യം മാത്രമേ പപ്പയ്ക്കുള്ളൂ എന്നൊക്കെ അലീന ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആൻസി വന്ന് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്തു പറ്റി? കിച്ചണിൽ കയറിയിട്ട് വല്ലാത്ത ആലോചനയിലും നിൽപ്പിലും തന്നെയാണല്ലോ എന്ന്. അലീന പെട്ടെന്നിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നിൽക്കുന്നത് ആൻസി ആയിരുന്നു. ആൻസി ചോദിച്ചു, ആഹാ, ദീർഘമായ ചിന്തയിൽ തന്നെ ആയിരുന്നല്ലോ. ഞാൻ വന്ന് വിളിച്ചപ്പോഴേക്കും അങ്ങ് ഞെട്ടിപ്പോയല്ലോ എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഞാനിന്നേ രേവതിക്കുട്ടിയെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ മറന്നുപോയി ആൻസി ആൻറ്റി. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്നതാ. അവൾക്ക് ഒരുപാട് പരാതികളായിരിക്കും ഇപ്പോൾ. ആൻറ്റി, കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടോ? എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻസി പറയുന്നുണ്ട്, ഏയ് മോളുടെ ഹെൽപ്പൊന്നും വേണ്ട. ഇവിടെ നേരത്തെ തന്നെ വർക്കുകളൊക്കെ കഴിഞ്ഞു. നിങ്ങളൊരു വിരുന്നുകാരനെയും കൂട്ടി വരുന്ന വിവരമൊക്കെ ചാച്ചനെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ആരെയും കൂട്ടിയാണ് വരുന്നതെന്ന് മാത്രം ചാച്ചൻ എന്നോട് പറഞ്ഞില്ലെന്നൊക്കെ ആൻസി പറയുന്നുണ്ട്. അലീന അപ്പോൾ ആൻസിയോട് സമ്മതം ചോദിക്കുകയാണ്, ഞാൻ പോയി രേവതിക്കുട്ടിയെ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ എന്ന്. ആൻസി അപ്പോൾ പറയുന്നുണ്ട്, നീ പോയി നിൻ്റെ അനിയത്തിനെ വിളിക്കുന്നതിൽ എന്നോട് എന്തിനാ കൊച്ചേ സമ്മതം ചോദിക്കുന്നത്? പോയി സംസാരിച്ചിട്ട് വായോ, അവൾക്കും നിനക്കും ഒരുപോലെ സന്തോഷമാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് അലീന ഫോണും എടുത്ത് പുറത്തെ ഗാർഡനിലേക്ക് പോവുകയാണ്. അവിടെ ആകുമ്പോൾ കുട്ടികൾ മാത്രമേ ഉള്ളൂ, മുതിർന്നവരാരും തന്നെ ഇല്ല. കുട്ടികളാണെങ്കിൽ സംസാരിക്കുന്നത് കേട്ടാലും അവർക്കൊന്നും മനസ്സിലാവാനും പോകുന്നില്ലല്ലോ എന്ന സമാധാനത്തോടു കൂടി കുട്ടികളുടെ ഊഞ്ഞാലയിൽ ചെന്നിരുന്നിട്ട് അലീന രേവതിക്കുട്ടിയെ വിളിക്കുകയാണ്. അലീനയുടെ കോള് കണ്ടതോടുകൂടി ചാടി എഴുന്നേറ്റ് രേവതിക്കുട്ടി കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഓ തിരക്കൊക്കെ കഴിഞ്ഞോ? സഹോദരൻ വന്നിട്ടുണ്ടെന്നൊക്കെ മെസ്സേജ് മാത്രമേ ചെയ്തിരുന്നുള്ളൂല്ലോ. അവിടെ വന്നിട്ടുള്ള വിശേഷങ്ങളൊന്നും തന്നെ പറയാൻ എന്നെ വിളിച്ചില്ല. അതിനെങ്ങനെയാ? ഒരുപാട് പേരെ സമാധാനിപ്പിക്കാനുള്ളതല്ലേ. അതിനിടയ്ക്ക് ഈ പാവത്തിനെ വിളിക്കാൻ എവിടെന്നാ നേരം? അല്ലേ ചേച്ചി? എന്നെയും ആ പാവപ്പെട്ട മനുവേട്ടനെയും ഒക്കെ ഇങ്ങനെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നതാണ് ഇപ്പോൾ ചേച്ചിയുടെ ഒരു ഹോബി എന്നൊക്കെ ഇങ്ങനെ ശ്വാസം വിടാതെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, എൻ്റെ കൊച്ചേ, നിൻ്റെ ഒരു വായല നാവ്, ഇതൊക്കെ എവിടെ നിന്നാടി നീ പഠിച്ചിട്ട് വരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നീ എന്ന് പഠിച്ചെടുത്തു എന്ന്. എൻ്റെ കൂടെയുള്ളപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പതുങ്ങി നിന്നിരുന്നവളാ. അവളാ ഇപ്പോൾ ഈ വക വർത്താനങ്ങൾ. ഇതൊക്കെ എവിടെ നിന്ന് പഠിക്കുന്നടി നീയെ എന്നൊക്കെ അലീന ചോദിക്കുന്നുണ്ട്. അപ്പം അലീനയോട് രേവതിക്കുട്ടി പറയാ, ചേച്ചി ഇവിടെ വന്ന് കണ്ടതല്ലേ, ഇത്ര വലിയ വീടും ഈ വീട്ടിലെ 2 വലിയ ആൾക്കാരെയും ഒറ്റയ്ക്ക് നോക്കി കൊണ്ടെടുക്കുന്നവളാ ഈ ഞാൻ. എനിക്ക് കുറച്ചെങ്കിലും സാമർത്ഥ്യം വേണ്ടേ? കൊള്ളാലോ എന്നൊക്കെ പരസ്പരം അവരുടേതായ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അലീന രേവതിക്കുട്ടിയോട് ചോദിക്കുകയാണ്, എടീ, നീ അന്നേ നമ്മുടെ ജിജു ചേട്ടൻ്റെ ആ ചേച്ചിയുടെ വീട്ടിൽ പോയ വിവരമൊക്കെ നീ എന്നോട് അന്ന് പറഞ്ഞായിരുന്നില്ലേ? അവിടെ ചെന്നപ്പോൾ ആ ചേച്ചി മെൻ്റലി ഡൗൺ ആയിരുന്നുവെന്നും നിങ്ങളെ ആരെയും കണ്ടിട്ട് മനസ്സിലായില്ലെന്നും ഒരു ഭ്രാന്തിയെപ്പോലെ നിങ്ങളെ കണ്ടപ്പോൾ പെരുമാറിയെന്നും ഒക്കെ നീ പറഞ്ഞത് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ടെന്ന്. ഇത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിക്ക് കേട്ട ഓർമ്മയല്ലേ? ആ ചേച്ചിയെ അന്ന്
ആ ഷെറിൻ ചേച്ചി അന്ന് എൻ്റെ നേരെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് നീയല്ലേടി, എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നത് നീയല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ നേരെയാന്നേ വന്നത്. അയ്യോ, അതിപ്പോഴും ഇടയ്ക്കൊക്കെ കണ്ണടച്ച് കിടക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ മുഖം ഇങ്ങനെ വരും. എനിക്ക് വല്ലാത്ത മനോവിഷമാണ് അത് ആലോചിക്കുമ്പോൾ. ഒരമ്മയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോഴുള്ളൊരു ഭ്രാന്തമായ അവസ്ഥ അല്ലേ ചേച്ചി? ഓ, അങ്ങനെയും അമ്മ, ചേച്ചിക്കും ഉണ്ടൊരമ്മ. വല്ലാത്ത അവസ്ഥ തന്നെയെന്നൊക്കെ അവളിങ്ങനെ പറഞ്ഞ് നെടുവീർപ്പിടുകയാണ്. ഇതേ സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് എൻ്റെ വീടും വീട്ടുകാരെയും ഒന്നും കണ്ടിട്ടില്ലെന്ന്? എൻ്റെ പപ്പയുടെ വീടും വീട്ടുകാരെയൊക്കെ നിനക്ക് കാണണമെന്ന്. എങ്കിലേ എൻ്റെ പൊന്ന് രേവതിക്കുട്ടി, നീ ഈ പറഞ്ഞ എൻ്റെ വീട്ടുകാരുണ്ടല്ലോ, അതായത് എൻ്റെ പപ്പയുടെ വീട്ടുകാരെ ഞാൻ കാണുന്നതിന് മുമ്പേ കണ്ടവളാ നീ. നീ ഈ പറഞ്ഞ ഷെറിൻ എന്ന് പറഞ്ഞ ചേച്ചി അതെൻ്റെ റാണി ആൻറ്റിയാടി. ചേച്ചി എന്തൊക്കെയായി പറയുന്നേ? ഷെറിൻ എങ്ങനെയാ റാണി ആൻറ്റി ആവുന്നത്? അതായത് ഈ ഷെറിൻ എന്ന് പറയുന്ന ചേച്ചി എൻ്റെ പപ്പയുടെ ഏറ്റവും ഇളയ സഹോദരിയാണ്. ഇതൊക്കെ ഞാൻ ഇന്നാ മനസ്സിലാക്കുന്നത്. ചേച്ചി, അത് കൊളത്തൂപ്പുഴയിലെ, അയ്യോ ശരിയാണല്ലോ, അവിടെയല്ലേ അന്ന് ഞങ്ങൾ വന്നത്? ഞങ്ങൾ ലാസ്റ്റ് ടോണിച്ചേട്ടൻ്റെ ഒപ്പം വന്നപ്പോൾ ആ വീട്ടിലേക്ക്, കൊട്ടാരമറ്റം തറവാട്ടിലേക്ക് ഞങ്ങൾ കയറിയില്ല. കാരണം ടോണിച്ചേട്ടൻ ഞങ്ങളോട് കയറണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അയ്യോ, അപ്പം അവിടെയുള്ള ആ അച്ചാച്ചനും അവിടെയുള്ള ആ ചേച്ചിയൊക്കെ ചേച്ചിയുടെ റിലേറ്റീവ്സ് ആണെന്നോ? എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല കേട്ടോ. എത്ര പെട്ടെന്നാണല്ലേ ഓരോരോ കാര്യങ്ങൾ മാറി മറിയുന്നതെന്നൊക്കെ രേവതിക്കുട്ടി വിശ്വസിക്കാൻ പോലും കഴിയാതെ ചോദിക്കുകയാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് രേവതിക്കുട്ടി ഇങ്ങനെ എന്തോ ചിന്തിച്ചെടുത്ത പോലെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അല്ല ഇതൊക്കെ എങ്ങനെ ഇപ്പം ചേച്ചിക്ക് മനസ്സിലായത്? അലീന അതിനുള്ള മറുപടി നൽകുന്നതിന് മുൻപേ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ഓ ചേച്ചി അന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ ചേച്ചിയുടെ റാണി ആൻറ്റി നോർമലായി തുടങ്ങി, എല്ലാവരോടും വളരെ സൗമ്യമായിട്ട് പെരുമാറാൻ തുടങ്ങിയെന്നൊക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചേച്ചിയോട് ഇരുന്ന് സംസാരിക്കുകയായിരുന്നോ? ഏയ് അല്ല മോളെ, അതൊക്കെ മറ്റൊരു കഥയാ. എന്താന്ന് വെച്ചാൽ ഞങ്ങളോട് ചേച്ചി ആകെ സംസാരിച്ചിരുന്നത് കുഞ്ഞിനെക്കുറിച്ച് മാത്രമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെയാണ് ഞാനുള്ളത്, എൻ്റെ തറവാട്ടിൽ. ഇവിടെ പപ്പയും ഞാനും ചാച്ചനും രോഹിത്തും കൂടി വന്നതാ. രോഹിത്തിനെ ഇവിടെ തറവാടൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് റാണിയാനിയുടെ മുറിയിലേക്ക് രോഹിത്തിനെയായിട്ട് ഞാൻ വന്നത്. വരുമ്പോൾ ഞങ്ങളെ കണ്ടതും റാണി ആൻറ്റി ഒരു ആൽബവും ഡയറിയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചു. ഒരുപാട് ഞാൻ നിർബന്ധിച്ചപ്പോൾ എനിക്ക് ആ ആൽബം കാണിച്ചു തന്നു. എൻ്റെ മോളെ, ആ ആൽബം തുറന്ന് ഞങ്ങൾ ഒരുപാട് പേജുകൾ മറിച്ച് പോകുന്നതിനിടയ്ക്ക് ഞാനും രോഹിത്തും ആകെ ഷോക്കായി. നമ്മുടെ ജിജോ ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ കണക്ഷൻ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇപ്പോൾ ആകെ ഞാൻ കുഴഞ്ഞ പോലെയായി. നീ എന്നോട് അന്നേ പറഞ്ഞിരുന്നതല്ലേ ജിജോ ചേട്ടൻ്റെ കുഞ്ഞിനെ നമുക്ക് കണ്ടുപിടിക്കണം ചേച്ചിന്ന്. ഇതിപ്പോൾ അതിലും വലിയ അവസ്ഥയിലാണ് ഞാൻ വന്ന് വിട്ടിരിക്കുന്നത്. ആൻറ്റി ഒന്നാമത്തെ ഞാൻ വന്നപ്പോൾ തുടങ്ങി എന്നോട് പറയുന്ന കാര്യമാണ്, കുഞ്ഞിൻ്റെ കാര്യത്തിൽ അലീന എനിക്ക് എന്തെങ്കിലും ഒരു പോംവഴി കാണിച്ചു തരണമെന്ന്. ഞാനിപ്പോൾ ഇതൊക്കെ ഏത് വഴിക്ക് ചിന്തിച്ചു പോകുമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല മോളെ എന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി ഇപ്പോൾ തൽക്കാലം അതൊന്നും ചിന്തിച്ച് ടെൻഷൻ അടിക്കാതിരിക്കേ. നമ്മുടെ ടോണിച്ചേട്ടൻ ഉണ്ടല്ലോ, ടോണിച്ചേട്ടൻ ഒരുപാട് വഴിക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതോ ലിറ്റിൽ ഫ്ലവർ കോൺവെൻറ്റിൽ നിന്നൊക്കെ അവർ ടോണിച്ചേട്ടനെ പറഞ്ഞ് അവർ പറ്റിച്ചിരുന്നതാണ്. ടോണിച്ചേട്ടൻ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കോൺവെൻറ്റിൽ ഇവർ ചെന്നിട്ടില്ലെന്നും അങ്ങനെ ഒരു കുഞ്ഞിനെ കുറിച്ചിട്ട് അവർക്ക് ആർക്കും അറിയില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ അതന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ഞങ്ങളെയും കൂട്ടി ടോണിച്ചേട്ടൻ വന്നത്. സംസാരിച്ച് ഒരുപാട് വിഷയം ഓവറായി കഴിയുകയാണെങ്കിൽ ഞങ്ങളോട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അകത്തേക്ക് പോയതും. പാവം, ഒരുപാട് മനസ്സ് വിഷമിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു എന്നാണ് ടോണിച്ചേട്ടൻ പറഞ്ഞത്. അങ്ങനെയല്ല ടോണിച്ചേട്ടൻ പറഞ്ഞതേ, ഒരു കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെയായിരുന്നുവെന്ന് ചേച്ചിയുടെ റാണി ആൻറ്റിക്ക് ടോണിച്ചേട്ടൻ. വളരെ വിഷമത്തോടു കൂടി രേവതിക്കുട്ടി പറയുന്നതൊക്കെ കേട്ട് നിൽക്കുകയായിരുന്നു അലീന.
അലീനയോടായിട്ട് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ചേച്ചി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഇപ്പോൾ നമ്മളുടെ അന്വേഷണത്തിനൊടുവിൽ ആ കുഞ്ഞിനെ നമ്മളുടെ കയ്യിൽ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഈ ലൈഫ് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക? ഇപ്പോൾ ചേച്ചിയുടെ ആൻറ്റി പുള്ളിക്കാരി ആ കുഞ്ഞിനെ വേണമെന്ന് പറയുമോ? അപ്പോൾ എൻ്റെ മാമച്ചൻ അങ്കിളിനും ഗ്രേസമ്മാൻ്റിക്കും ആ കുഞ്ഞിനെ കിട്ടത്തില്ലേ? ഓ, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പോംവഴിയുണ്ട്. ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും കുഞ്ഞിനെ നമ്മുടെ മാമച്ചൻ അങ്കിളിനും ഗ്രേസമ്മാൻ്റിക്കും തന്നെ കൊടുക്കാം. അവർ വളർത്തിക്കോട്ടെ. അവർക്ക് ആകെയുള്ളൊരു അവകാശിയല്ലേ. ആ കുഞ്ഞ് അവിടെ തന്നെയാണ് വളരേണ്ടത്. അപ്പോൾ ചേച്ചിയുടെ ആൻറ്റി അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിന് ഒരു പോംവഴി മറ്റൊന്നാണ്. കാരണം ചേച്ചിയെ ടോണിച്ചേട്ടനുമായി ഒന്നിപ്പിക്കണം. അതിനാദ്യം ടോണിച്ചേട്ടനുമായിട്ട് സംസാരിക്കണം. ഇവിടെയുള്ളവരാരും സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും ടോണിച്ചേട്ടനെ ശത്രുവായിട്ടും ടോണിച്ചേട്ടൻ ഇവിടെയുള്ളവരെ ശത്രുവായിട്ടും തന്നെയാണ് കാണുന്നത്. ടോണിച്ചേട്ടൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ന്യായമുണ്ട്. പക്ഷേ ഇവിടെയുള്ളവർ എന്തിനാണ് ടോണിച്ചേട്ടനെ ശത്രുവായി കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പാവൻ ചേട്ടനോട് ചതി കാണിച്ചത് ഇവിടെയുള്ളവരാ. പക്ഷേ ഇവിടെയുള്ളവരെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ ചേട്ടൻ ഇവരെ ചതിച്ച പോലെയാണ്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ടോണിച്ചേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ ആ സമയത്ത് കർത്താവ് നമുക്ക് മുമ്പിൽ കാണിച്ചു തരും. അങ്ങനെ ഒരാളെ കണ്ടെത്തി കഴിയുമ്പോൾ ടോണിച്ചേട്ടനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ടോണിച്ചേട്ടൻ വന്ന് റാണി ആൻറ്റിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകണം. അപ്പോൾ റാണി ആൻറ്റിയോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കണം, ആൻറ്റിയുടെ ജീവിതത്തിൽ ആൻറ്റി കാരണം ഒരു ജീവിതം നശിച്ച് നിൽക്കുന്ന ഒരാളാണ് ടോണിച്ചേട്ടനെന്നും ആ ടോണിച്ചേട്ടനെ ഒരിക്കലും വേദനിപ്പിക്കാൻ നമുക്ക് ആർക്കും സാധിക്കില്ലെന്നും ആൻറ്റിയോട് പറഞ്ഞ് മനസ്സിലാക്കണം. ആൻറ്റിയും ടോണിച്ചേട്ടനും ഒരുമിച്ച് ജീവിക്കാൻ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുകയും വേണം. അതോടൊപ്പം ആൻറ്റിയോടും ടോണിച്ചേട്ടനോടും പറഞ്ഞു കൊടുക്കണം, ആൻറ്റിക്ക് എപ്പോഴൊക്കെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹം തോന്നുന്നോ അപ്പോഴൊക്കെ വന്ന് കാണാനുള്ള സമ്മതം നൽകണമെന്ന്. ടോണിച്ചേട്ടൻ പാവാണ്. ഇത്രയൊക്കെ ആ കുഞ്ഞിന് വേണ്ടിയിട്ട്, ചേട്ടൻ്റെ ആരുമല്ലാതിരിക്കുന്ന ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ചേട്ടൻ ഇത്രയ്ക്കൊക്കെ പാടുപെടുന്നുണ്ടെങ്കിൽ എന്തായാലും പിന്നീട് ഇവരുടെ ജീവിതം നല്ല രീതിക്കാകുമെന്നും ആൻറ്റിക്ക് ആ കുഞ്ഞിനെ വന്ന് കാണാനുള്ള സമ്മതം ടോണിച്ചേട്ടൻ നൽകുമെന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ട് മോളെ എന്നൊക്കെ അലീന പറയുകയാണ്. രേവതിക്കുട്ടി അലീനയോടായി പറയുന്നുണ്ട്, ചേച്ചി ഒരു കാര്യമുണ്ട്, ടോണിച്ചേട്ടൻ്റെ ഒപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റാരെങ്കിലും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് അങ്ങ് കൊട്ടാരമറ്റത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടന്നേനെ. ഇപ്പോൾ തന്നെ ആ കുഞ്ഞിന് ഒരു 4-4.5 വയസ്സെങ്കിലും ആയി കാണും. ഇനിയും ആ കുഞ്ഞ് അനാഥയായിട്ട് വളരാൻ പാടില്ല ചേച്ചി. നമ്മൾക്കറിയാവുന്നതല്ലേ അനാഥത്വത്തിൻ്റെ വിഷമങ്ങളൊക്കെ. അതും ഇത്രയും സമ്പന്നയായൊരു കുഞ്ഞ് ഒന്നും അറിയാതെ ആരുടെയോ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച്, അയ്യോ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യാന്നൊക്കെ രേവതിക്കുട്ടി വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്. അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. പക്ഷേ ഈ വീട്ടിൽ നിന്നും ആരും തന്നെ നമുക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സഹായത്തിന് നിൽക്കത്തൊന്നുമില്ല. റോബർട്ട് ചാച്ചനാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു മയമുള്ള കൂട്ടത്തിലാണ്. പക്ഷേ പുള്ളിക്കാരന് അവരുടെ അപ്പച്ചനെ പേടിയാണ്. ചാച്ചനെ മറികടന്നുകൊണ്ട് റോബർട്ട് അച്ചായനൊന്നും ഒന്നും ചെയ്യത്തില്ല മോളെ. അതാണ് അവസ്ഥ. പക്ഷേ ഇവരെക്കാളും ഒക്കെ സ്ട്രോങ് ആയിട്ടുള്ള മറ്റൊരാളുണ്ടല്ലോ അവിടെ. അയാളുടെ സഹായം ചേച്ചിക്ക് ചോദിക്കാവുന്നതാണ്. ഓ, നീ ഈ വളഞ്ഞ് മൂക്ക് പിടിച്ച് വരുന്നത് എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പപ്പയല്ലേ? അതതിലും വലിയ സാധന മോളെ. ഞാനേ ഈ റാണി ആൻറ്റിയുടെ അവസ്ഥ കണ്ടപ്പോൾ മുതൽ എൻ്റെ പപ്പയുടെ കൈയും കാലും പിടിച്ച് നടക്കുകയാണ് ആ കുഞ്ഞിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ. എന്നോട് പോലും ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് വാൺ ചെയ്ത് നിൽക്കുന്നത്. അവരുടെ കാര്യത്തിൽ ഒട്ടും ഇടപെടാൻ താല്പര്യമില്ല അത്രേ. പപ്പയ്ക്ക് പപ്പയുടേതായ കാരണങ്ങളുണ്ട് കേട്ടോ. കാരണം പപ്പ ഒരുപാട് വട്ടം പറഞ്ഞതാ, ആൻറ്റിയെ മറ്റൊരു വിവാഹം നടത്തിക്കരുത്, ആൻറ്റിക്ക് എന്തായാലും ഒരു കുഞ്ഞൊക്കെ ആയതല്ലേ, അവളെയും കുഞ്ഞിനെയും നമുക്ക് പോറ്റിയെടുക്കാമല്ലോ, അതിനുള്ള സാമ്പത്തികവും എല്ലാം നമുക്കുള്ളതല്ലേ എന്നൊക്കെ. പക്ഷേ ചാച്ചൻ്റെ ഒരൊറ്റ നിർബന്ധത്തുമല്ല ആ കുഞ്ഞിനെ ഓർഫനേജിലേക്ക് മാറ്റിയതും ആ കുഞ്ഞ്
കുഞ്ഞുള്ള കാര്യം അറിയാതെ ടോണിച്ചേട്ടനെ കൊണ്ട് ആൻറ്റിയെ വിവാഹം കഴിപ്പിച്ചതും കഥ ഇവിടെ വരെ എത്തി നിൽക്കുന്നതും ഒക്കെ. ആ കാര്യത്തിൽ പപ്പയ്ക്ക് വലിയ ദേഷ്യമാണ് ചാച്ചനോടും ചാച്ചൻ്റെ ഒപ്പം കൂട്ടുനിന്ന എല്ലാവരോടും. ഇതൊക്കെ കേട്ടിരിക്കുന്ന രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ ചേച്ചിയുടെ പപ്പയെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ആർക്കായാലും ഒരാളെ അറിഞ്ഞുകൊണ്ട് പറ്റിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ എല്ലാവർക്കും അവരവരുടെ കുടുംബ മഹിമ നോക്കിയിട്ടല്ലേ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. ഇപ്പം എന്ത് വന്നു എന്ന് രേവതിക്കുട്ടി പറയുകയാണ്. ഇവരുടെ സംസാരത്തിനിടയിൽ അലീന കാണുന്നുണ്ടായിരുന്നു മറുവശത്തു കൂടെ തൻ്റെ അടുത്തേക്ക് വരുന്ന തൻ്റെ പപ്പയെ. ഉടനെ തന്നെ അലീന രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, മോളെ പപ്പ വരുന്നുണ്ട്. നമ്മൾ തമ്മിലിപ്പോൾ സംസാരിക്കുന്നത് പപ്പ കേൾക്കാനിടയാവണ്ട. ഞാൻ നിൻ്റെ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം എന്ന് പറയുമ്പോൾ അതിനിടയ്ക്ക് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ വീരൻ എവിടെ പോയി? വീരനോടേ എൻ്റെ അന്വേഷണം പറഞ്ഞേക്കണം, എന്നെ ഒന്ന് വിളിക്കാൻ പറയണം കേട്ടോ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടിയും അലീനയും കോള് കട്ട് ചെയ്യുന്നുണ്ട്. അലീന കോള് കട്ട് ചെയ്ത് ആ ഫോൺ ഊഞ്ഞാലയിൽ തന്നെ വെച്ചിട്ട് കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. തൻ്റെ അരികിലേക്ക് വരുന്ന പപ്പ ചോദിക്കുന്നുണ്ട്, എന്താണ് എന്നെ കണ്ടപ്പോൾ ഒരു കള്ളത്തരം? ആരായിരുന്നു ഫോണിൽ? മനു എങ്ങാനും ആയിരുന്നോ? അലീന അതിശയത്തോടു കൂടി തൻ്റെ പപ്പയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. പപ്പ അപ്പോൾ പറഞ്ഞു, നോക്കണ്ട, ആരായിരുന്നു? എൻ്റെ പപ്പ മനുവേട്ടനൊന്നുമല്ല, അതെ എൻ്റെ അനിയത്തിയ രേവതിക്കുട്ടി. അല്ല ഇപ്പം മനുവേട്ടനാണെങ്കിൽ തന്നെ ഇപ്പം എന്താ കുഴപ്പം? മനുവേട്ടൻ എന്നെ വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ പതിവുള്ള കാര്യമല്ലേ? ആ പതിവൊക്കെ അധികം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മനു ആയിരുന്നോ എന്ന്. അലീന കുറച്ച് ഗൗരവത്തോടു കൂടി പറയുകയാണ്, അല്ല അതെന്തായാലും മനുവേട്ടനല്ല. ഇനി എന്നെ വിശ്വാസമില്ലെങ്കിൽ പപ്പയ്ക്ക് എൻ്റെ ഫോൺ എടുത്ത് പരിശോധിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പപ്പ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോഴേക്ക് മുഖങ്ങ് മാറിയോ? ഇത് കൊള്ളാലോ. എന്തായിരുന്നു അനിയത്തിനായിട്ട് കിന്നാരം? അത് കേൾക്കട്ടെ. ഇനി എന്തായാലും പപ്പ അതൊന്നും അറിയണ്ട. പപ്പയോട് പറയാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നത് എന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പപ്പ അവളുടെ പിണക്കങ്ങളൊക്കെ മാറ്റാനായിട്ട് ഇങ്ങനെ ഒരേന്ന് സംസാരിക്കുകയായിരുന്നു. അലീന ഉടനെ തന്നെ പപ്പയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചോദിക്കുന്നുണ്ട്, പപ്പ ഞാനൊരു കാര്യം പറഞ്ഞാൽ പപ്പ വളരെ കൂളായിട്ട് അത് കേൾക്കോ? പപ്പ ഒരിക്കൽ എന്നോട് പറഞ്ഞതാണ്, ഇതിനിടയിൽ പപ്പ ആർക്കും വേണ്ടിയിട്ടും ഒന്നും ചെയ്യത്തില്ലെന്നൊക്കെ. പക്ഷേ ഇതങ്ങനെയല്ല പപ്പ. ഈ കാര്യത്തിൽ നമ്മളുടെ ആരെങ്കിലുടെയും ഒരു സഹായമില്ലെങ്കിൽ എല്ലാം വെറുതെ ഒരു ഭ്രാന്തമായി പോകത്തേ ഉള്ളൂ. നല്ലൊരു ജീവിതമുള്ള 2-3 ആൾക്കാരുടെ ജീവിതമൊക്കെ ആ വഴിയിലങ്ങ് അവസാനിച്ച് പോകത്തേ ഉള്ളൂ. പപ്പ കേട്ടിട്ടില്ലേ, നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ മറ്റൊരാളെ സഹായിച്ചാൽ നമുക്കൊരാപത്ത് വരുന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ നമ്മൾ പോലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന്. പപ്പ ഒരു പട്ടാളക്കാരനായിട്ട് ഇതൊക്കെ ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ എന്ന് അലീന പപ്പയെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി അലീനയോട് ചോദിക്കുകയാണ്, നീ വല്ലാതെ സോപ്പിട്ട് സൂയിപ്പിക്കാതെ കാര്യം പറയുന്നു. അലീന സ്റ്റാൻലിക്ക് നേരെ കൈ നീട്ടി പിടിച്ചുകൊണ്ട് തൻ്റെ പപ്പയോടായി അലീന പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യം എനിക്ക് വേണ്ടി സാധിച്ചു തരാമെന്ന് എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്താൽ മാത്രമേ ഞാനിത് പപ്പയോട് പറയത്തുള്ളൂ എന്ന്. സ്റ്റാൻലി ഒന്നും പറയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് കാണുമ്പോൾ അലീന ഒരിക്കൽ കൂടി പറയുന്നുണ്ട്, പപ്പ ഇങ്ങനെ ആലോചിച്ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ കയ്യിലടിച്ച് സത്യം ചെയ്യണം. ഞാൻ പറയുന്ന കാര്യത്തിന് എൻ്റെ കൂടെ പൂർണ്ണ സമ്മതത്തോടു കൂടി നിൽക്കാമെന്ന്. എങ്കിലേ ഞാനിത് പപ്പയോട് പറയത്തുള്ളൂന്ന്. മനസ്സോടെ തൻ്റെ മകളുടെ ആഗ്രഹം എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് സ്റ്റാൻലി അവളുടെ കയ്യിലേക്ക് അമർത്തി വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, എന്തൊക്കെയായാലും നിൻ്റെ ആഗ്രഹത്തിന് ഒരു 50% ഈ പപ്പ കൂട്ട് നിൽക്കാം. അത് പപ്പയ്ക്കും കൂടി സമ്മതമുള്ള കാര്യമായിരിക്കണം, അതല്ലെങ്കിൽ ഒരു ന്യായമുള്ള കാര്യമായിരിക്കണമെന്ന്. ഇത് കേൾക്കുന്ന അലീന സ്റ്റാൻലിയോട് ചോദിക്കുന്നുണ്ട്, ശരി സമ്മതിച്ചു, ന്യായമുള്ള ഏതൊരു കാര്യത്തിനാണെങ്കിലും ഈ അലീനയ്ക്കൊപ്പം പപ്പ കൂട്ട് നിൽക്കുമോ എന്ന്. അപ്പോൾ സ്റ്റാൻലിയും അവൾക്ക് വാക്ക് നൽകുകയാണ്, ന്യായമുള്ള എന്ത് കാര്യം നീ ചെയ്താലും അതിന് നിനക്ക് സപ്പോർട്ടായിട്ട് നിൻ്റെ ഈ പപ്പയുണ്ടാകുമെന്ന്. അത് കഴിഞ്ഞ് സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്, ഇനി എന്തായാലും നീ നിൻ്റെ ആവശ്യം പറഞ്ഞാട്ടെ,
ഇനി അതുകൂടി കേട്ടിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് സംസാരം തുടരുകയാണ്. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും അറിയിക്കണേ. ശുഭരാത്രി.